ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്ന വീഡിയോ പോയിൻസിറ്റിയ ചെടിയെക്കുറിച്ചാട്ടോ. അപ്പോൾ നമുക്കെന്നാ വീഡിയോയിലേക്ക് പോയാലോ. ഈ ചെടിയുടെ പേരാണ് കേട്ടോ പോയിൻസിറ്റിയാന്ന്. പോയിൻസിറ്റിയ എന്ന് പറഞ്ഞാൽ ജോയ് അല്ലെങ്കിൽ സെലിബ്രേഷൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ ചെടിയെ ക്രിസ്മസ് പ്ലാന്റ് എന്നും വിൻ്റർ റോസ് എന്നും പറയും കേട്ടോ. ഒരു 150 പരം വെറൈറ്റി ഉണ്ട് ഈ പോയിൻസിറ്റിയ ചെടി. വിദേശ രാജ്യങ്ങളിൽ ക്രിസ്മസിന് അലങ്കരിക്കാനായിട്ട് ഈ ചെടി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ മൂന്നാറിലേക്കൊക്കെ പോകുമ്പോൾ വേലിക്കൊക്കെ നിറയെ ഈ ചെടി നിൽക്കണ കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളാണ്. വിൻ്റർ സീസണിൽ ഇതിൻ്റെ ഗ്രീൻ കളറിലുള്ള ഇലയുടെ കളറ് മാറി റെഡ് കളറാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പൂവല്ല ഇതിൻ്റെ പൂവല്ല കേട്ടോ. പൂവ് ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലാണ് പൂവുള്ളത്. ഇപ്പം ഇത് റെഡ് കളർ ചെടിയാണെങ്കിൽ അതിൻ്റെ പൂവ് റെഡ് കളറിൽ തന്നെയായിരിക്കും. വിൻ്റർ സീസണിൽ ഇലയുടെ കളറ് മാറി ഇതുപോലെ റെഡ് ആവാണ്. ഇതിനെ ബ്രാക്റ്റ് എന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ഈ പോയിൻസിറ്റിയ ചെടി റെഡ്, വൈറ്റ്, അതുപോലെ പിങ്ക് ഒക്കെയാണ് കൂടുതൽ കാണുന്നത്. ഇപ്പൊ പുതിയ പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട്. ഇത് നോക്കിയ ഈ ചെടി, ഇത് 2 കളറാണത്. 2 കളർ ചേർന്നതാണ്, പിങ്കും വൈറ്റും ചേർന്നതാണ്. ഇത് യെല്ലോ കളർ ചെടി, ഇത് റെഡ് കളർ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഇലകളുടെ ഈ പിങ്ക് കളറാണെങ്കിൽ ഇതിന്റെ പൂവും പിങ്ക് കളറായിരിക്കും. ഇതുമ്പോൾ പൂ ചെറുതായിട്ട് വരണുള്ളൂ കേട്ടോ. ഇതിന്റെ യെല്ലോ പൂവായിരിക്കും, ഇതിന്റെ റെഡ് പൂവായിരിക്കും. നമ്മൾ വിൻ്റർ സീസണിൽ മാത്രമേ ഇതിൻ്റെ ഇലകൾ ഇതുപോലെ മാറി കളറും ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ നനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകും. അതേസമയം വെള്ളം കുറഞ്ഞാൽ ഇതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. വെയിലത്താണ് ഈ ചെടി നിൽക്കണമെങ്കിൽ ഇതിൻ്റെ ഇലകളുടെ കളർ മാറി ഇതുപോലെ റെഡ് കളറോ യെല്ലോ കളറോ ആവില്ല, പച്ചയായിട്ട് തന്നെ നിൽക്കും. നമ്മൾ നേഴ്സറിയിൽ നിന്ന് ഈ ചെടി മേടിക്കുകയാണെങ്കിൽ ചെറിയ ചെടിയായിരിക്കുമല്ലോ. ഇതിന് അത്യാവശ്യം വിലയുള്ള ചെടിയാണ്, 250 ഒക്കെ ഇതിന് വിലയുണ്ട്. അപ്പോൾ ഈ ചെടി മേടിക്കുമ്പോൾ നമ്മൾ ചെറിയ ചട്ടിയിലായിരിക്കും, അത് വലിയ ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ ഇതിൻ്റെ വേര് ഇളകാതെ നമ്മൾ നോക്കണം. ഇനി ഇത് നടുന്നത് ഇതിൻ്റെ കമ്പുകൾ മുറിച്ചാട്ടോ. കമ്പുകൾ മുറിച്ച് നടുമ്പോൾ ഇതുമ്മേ ഒരു ചെറുണ്ട്, കറ പോലെ വൈറ്റ് കളറിൽ. ഇത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവും. അത് നമ്മുടെ കൈമയോ കണ്ണിലോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പുകച്ചലും ഒക്കെ വരും. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ചൊറിച്ചിലൊക്കെ ഉണ്ടാവും കൈമ. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ വളപ്രയോഗം എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് മാസം ആവുമ്പോൾ നമ്മൾ ഇതിന് NPK 19 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ കടക്കി ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഉണക്ക ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നവംബർ ആവുമ്പോഴേക്കും ഇലയുടെ കളറ് മാറാൻ തുടങ്ങും. വിൻ്റർ സീസൺ വരുമ്പോൾ അപ്പോഴാണ് ഇത് നല്ല ഫ്രഷായിട്ട് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഓഗസ്റ്റിലാണ് ഇതിന് വളങ്ങൾ കൊടുക്കേണ്ടത്. ഇതൊരു ഫെബ്രുവരി വരെ ഈ ഇലയുടെ കളറുകൾ ഇങ്ങനെ മാറുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് ഗ്രീൻ കളറായിട്ട് തന്നെ മാറും. ഇനി നമ്മളിത് വെയിലത്താണ് വെക്കണമെങ്കിൽ ഇതിൻ്റെ കളറ് മാറില്ല, ഇത് ഗ്രീൻ കളറായിട്ട് തന്നെ നിൽക്കുള്ളൂ. എപ്പോഴും ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഇത് വിൻ്റർ സീസണിലാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മളെങ്ങനെയാണ് കട്ട് ചെയ്ത് നടണേന്നുള്ളതാണ്. ഇനി ഇത് നടുന്ന വിധം, ഇത് കമ്പുകൾ കട്ട് ചെയ്താട്ടോ നടണേ. ഇത് നമുക്ക് താഴെ മണ്ണിലും നടാം, ചട്ടിയിലും നടാം. താഴെ മണ്ണിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് വലുതായിട്ട് വളരും. ചട്ടിയിലാവുമ്പോൾ ഇത് വളർച്ചയ്ക്കൊരു ലിമിറ്റ് ഉണ്ടാവും. ഇനി ഇത് കട്ട് ചെയ്ത് നടുമ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വെള്ളം വാർന്നു പോകണ പോട്ടിംഗ് മിക്സ് ആയിരിക്കണം. ഇതിനും വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് മണൽ കിട്ടുകയാണെങ്കിൽ മണലും മണ്ണിര കമ്പോസ്റ്റും അല്ലെങ്കിൽ ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ചേർത്ത് വേണം നമ്മൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് എങ്ങനെയാണ് നടണേന്ന് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഹോള് പോലെ ഉണ്ടാവും, കണ്ടോ, ഒരു പൊള്ളയായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ തണ്ടുകൾ കണ്ടോ, അത് പൊള്ളയായിരിക്കും. അപ്പോൾ ഇതുമേലേക്ക് നമ്മൾ നനയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം പോയിട്ട് ഈ ചെടി ചീഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ
കവറ് ഇതുമ്മേ ഇങ്ങനെ വെച്ച് കെട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ ഇത് നനയാതിരിക്കാൻ, അതിൻ്റെ ഉള്ളിൽ വെള്ളം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇങ്ങനെ നമ്മൾ കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം പോവില്ല. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകും, ഇതിൻ്റെ തണ്ടും ചീഞ്ഞു പോകും, ഈ ചെടിയും ചീഞ്ഞു പോകും. ഇനി ഇത് നമ്മൾ അടർത്തിയെടുക്കുമ്പോൾ ഇതിമൊരു കറ ഉണ്ടാവും കേട്ടോ. ആ കറ നമ്മുടെ കൈമ പെടാണ്ട് നോക്കണം. പിന്നെ നമ്മൾ നടുമേ റൂട്ടിങ് ഹോർമോണോ അല്ലെങ്കിൽ സാഫ് എന്ന് പറഞ്ഞ പൗഡറുണ്ട്, ഫംഗിസൈഡാണിത്. ഇതോ ഏതെങ്കിലും മുക്കിയിട്ട് വേണം ഇത് നടാനായിട്ട്. ഇതിങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചീഞ്ഞു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ. എന്നിട്ട് നമ്മളിത് നട്ട് കൊടുക്കണം. അതുപോലെ ഇല കട്ട് ചെയ്യുമ്പോഴും ഇതുമേന്ന് ആ കറ വരും. അത് നമ്മുടെ കൈമ പെടാതെ നോക്കണം, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിങ്ങനെയാട്ടോ നമ്മൾ നടേണ്ടത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിമേ വേരുകൾ വന്ന് നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. കുറേ വളർന്നു കഴിയുമ്പോൾ നമുക്ക് വലിയ പോട്ടിലേക്ക് ഇത് മാറ്റാം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ച പോയിൻസിറ്റിയ ചെടിയെക്കുറിച്ചുള്ള വീഡിയോ, അല്ലെങ്കിൽ ക്രിസ്മസ് പ്ലാന്റ്, വിൻ്റർ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വർഷം നല്ലൊരു വർഷം ആകട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.